നമസ്കാരം. ബീഹാറിന്റെ രാഷ്ട്രീയ ഭാവി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ആര് വിജയക്കൊടി പാറിക്കുമെന്ന് കാത്തിരുന്ന് കണ്ടേ മതിയാകൂ. ആര് വാഴും ആര് വീഴും എന്നതിനപ്പുറത്ത് ബീഹാറിന്റെ മനസ്സ് എന്താണെന്നറിയാൻ ചങ്കിടിപ്പോടെ കാത്തിരിക്കുകയാണ് രാജ്യം. 243 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിന്റെ ജനവിധി ആരെ തുടയ്ക്കും? ബീഹാറിന്റെ മനസ്സ്. എക്സിറ്റ് പോൾ ഫലങ്ങളെ പാടെ തള്ളുകയാണ് ഇന്ത്യ സഖ്യം. എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റായ ചരിത്രം ബീഹാറിനുണ്ട്. സംസ്ഥാന ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ഇത് ഭരണവിരുദ്ധ വികാരത്തെ സൂചിപ്പിക്കുന്നതായി മഹാസഖ്യം പ്രതീക്ഷിക്കുന്നു. മുൻകാലങ്ങളിൽ പ്രവചനങ്ങൾ തെറ്റിയ ചരിത്രവും ബീഹാറിനുണ്ട്. ഒപ്പം പോളിംഗ് 5% വർദ്ധിച്ചാൽ ഭരണമാറ്റം ഉണ്ടാവുന്നതാണ് ചരിത്രം. ഈ കണക്കുകളിലാണ് മഹാസഖ്യത്തിന്റെ പ്രതീക്ഷകൾ. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പോലും ഇടപെടാത്ത സർക്കാർ തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാന പെരുമഴ നൽകുന്നതിന്റെ ഇരട്ടത്താപ്പ് ജനം ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു കഴിഞ്ഞു. തൊഴിലില്ലായ്മ അടക്കം യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അവിടെയാണ് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും നേതൃത്വം നൽകുന്ന കൂട്ടുകെട്ട് ഉദിച്ചുയർന്നത്. നിലവിലെ ഭരണത്തിൽ ശ്വാസം മുട്ടിയിരുന്ന ജനങ്ങൾക്ക് ആശ്വാസകരമാകാൻ ഈ കൂട്ടുകെട്ടിന് സാധിക്കുമെന്ന് ജനം അടിയുറച്ചു വിശ്വസിക്കുന്നുണ്ടോ? എന്തായാലും ബീഹാറിന്റെ ഹൃദയം ഇടിക്കുന്നത് ആർക്കു വേണ്ടി എന്നറിയാൻ ഇനി നിമിഷങ്ങളുടെ മാത്രം കാത്തിരിപ്പാണ് അവശേഷിക്കുന്നത്. ബീഹാറിന്റെ മനസ്സ് ആരെ തുടയ്ക്കും? സ്വാഗതം ഡിബേറ്റ് 360യിലേക്ക്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ചേരുന്ന അതിഥികൾ RSP നേതാവും മുൻ മന്ത്രിയുമായ ബാബു ദിവാകരൻ, വലത് നിരീക്ഷകൻ ബിജു നായർ, രാഷ്ട്രീയ നിരീക്ഷകൻ AK സാദിഖ് എന്നിവരാണ്. ആദ്യം ബാബു ദിവാകരനിലേക്ക്. ശ്രീ ബാബു ദിവാകരൻ, മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഇനിയുള്ളൂ ബീഹാറിന്റെ മനസ്സ് ആരെ തുടയ്ക്കും എന്നുള്ളത്. ആര് വാഴും ആര് വീഴും എന്നതിനപ്പുറത്തേക്ക്, അതായത് ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ ജനങ്ങൾ ഈ ഘട്ടത്തിൽ അലട്ടുന്നുണ്ട്, അവർ നേരിടുന്നുണ്ട്, വലിയ തരത്തിലുള്ള ശക്തമായ രീതികൾ ഭരണ അനുകൂല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്നത്, അത് നമ്മളടക്കം കഴിഞ്ഞ മാസങ്ങളിലടക്കം നമ്മൾ ചർച്ച ചെയ്ത വിഷയവുമാണ്. ഈ ഘട്ടത്തിൽ എന്താണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ? എത്രത്തോളം ഒരു ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ, അതായത് ഈ തലേ രാത്രിയിൽ, നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോവുകയാണ്, ഇന്ന് ഈ രാത്രിയിൽ സംസാരിക്കുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ മറ്റേതൊരു സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരുപാട് പ്രത്യേകതകളുള്ളതാണെന്ന് നമുക്കറിയാം. പ്രധാനമായും അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഐഡിയോളജിയിൽ ബേസ് ചെയ്തുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ബീഹാറിൽ നടക്കുന്നത്. അവിടെ പലപ്പോഴും അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അവിടുത്തെ ജാതി മത ജാതിയുടെ ഉപജാതി, പിന്നെ ആര് മുഖ്യമന്ത്രിയാവണം, 88% OBCs ഉള്ളൊരു സംസ്ഥാനം എന്ന നിലയിൽ ആ OBCയിൽ തന്നെ ഉപവിഭാഗങ്ങളിൽ നിന്ന് ആര് മുഖ്യമന്ത്രിയാവണം, ഇതൊക്കെയാണ് അവിടുത്തെ ചർച്ചകൾ തന്നെ. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വിഭിന്നമായി 69% വോട്ടിംഗ് പോളിംഗ് 1951 ശേഷം ഇത്രയും പോളിംഗ് ഉണ്ടായിട്ടില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അത് ആർക്ക് അനുകൂലമാണ് ആർക്ക് പ്രതികൂലമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ മണിക്കൂറുകൾക്കാകും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ എക്സിറ്റ് പോളുകൾ പറയുന്നതൊന്നുമില്ല. കഴിഞ്ഞ തവണ ജാർഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലും, അത് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ എക്സിറ്റ് പോളുകളെല്ലാം 400 സീറ്റിലധികം NDA ജയിക്കാൻ പോകുന്നു എന്നാണ് വന്നത്. അവസാനം ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടു. അതുകൊണ്ട് എക്സിറ്റ് പോളുകളെ, അത് മാത്രമല്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഏകദേശം 7-8% പോളിംഗ് നടക്കുന്നതിന് മുമ്പാണ് ഈ എക്സിറ്റ് പോളുകളെല്ലാം അവരുടെ റിസൾട്ട് വരെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, അവിടുത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 43 ലക്ഷത്തോളം വോട്ടുകൾ അധികമായി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2020 ചെയ്തതിനേക്കാൾ 43 ലക്ഷത്തോളം വോട്ടുകൾ. അതായത് ഒരു കോൺസ്റ്റിറ്റ്യുൻസിയിൽ 234 കോൺസ്റ്റിറ്റ്യുൻസിയിലായി നടക്കുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുൻസിയിൽ 29,000 വോട്ടുകൾ അധികമായി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു നല്ല ശതമാനം സ്ത്രീകളുടെ വോട്ടാണ്. ഇത് ആർക്ക് അനുകൂലമായി എന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 29,000 വോട്ടുകൾ അധികമായി ചെയ്തു ഒരു കോൺസ്റ്റിറ്റ്യൂൻസി, ആവറേജ് ഞാൻ പറയുകയാണ്, അത് ആർക്ക് അനുകൂലമായി, അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അവിടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും NDA കാണിച്ചിട്ടുള്ളതുപോലെ ഒരുപാട് ഗിമ്മിക്സുകൾ അവർ കാണിച്ചു. പക്ഷേ അതിൽ 20 വർഷമായി അധികാരത്തിലിരിക്കുന്ന നിതീഷ് കുമാർ അവിടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി കുറേ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊരു വസ്തുതയാണ്. അതെല്ലാവരെയായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ മഹിളാ റോസ്ഗാർ യോജന എന്ന പേരിൽ അവിടുത്തെ സ്ത്രീകൾക്കെല്ലാം 10,000 രൂപ വെച്ചാണ് അക്കൗണ്ടിൽ മാറ്റി കൊടുത്തത്. അത് ഇലക്ഷൻ കമ്മീഷനിൽ ചോദ്യം ചെയ്തപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഒരു ഓൺഗോയിങ്
സ്കീമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നാണ്. ഇപ്പോൾ 10,000 ബീഹാറിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 10,000 രൂപ കയ്യിൽ വരിക എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ ആന്ധ്രയിലെയോ പോലും ഉള്ള സ്ത്രീകളെ പോലെയല്ല. അതിലെ മഹാഭൂരിപക്ഷം വരുന്നവരും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വീടുകളിൽ വീട്ടമ്മമാരെ, അവിടെ ആ കൃഷിയിടങ്ങളിൽ സീസണലായിട്ട് വരുന്ന കൃഷി ഇറക്കുന്നതിനും കൃഷി എടുക്കുന്നതിനുമായി മാത്രം ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് മഹാഭൂരിപക്ഷം വരുന്നത്. പിന്നെ അത് മാത്രമല്ല, പുരുഷന്മാരിൽ നല്ലൊരു ശതമാനം അന്യ സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് ഈ സ്ത്രീ വോട്ടർമാർ അവിടെ വീടുകളിലിരുന്ന് ഇതുപോലെ കിട്ടുന്ന എന്തെങ്കിലും അവരെറിഞ്ഞു കൊടുക്കുന്ന ഈ കാര്യങ്ങൾ സ്വീകരിച്ചിട്ട് അതിനനുകൂലമായി ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ നാളെ വിലയിരുത്താൻ പോകുന്ന ഒരു സംഗതി അതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങിയ പ്രോജക്റ്റാണ് 10,000 രൂപ വീതം വീട്ടമ്മമാർക്കെല്ലാം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സ്കീം. അത് എത്രത്തോളം അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രിയും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ ഇതുപോലുള്ള ഫീബീസ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതൊക്കെ തന്നെ പിന്നെ ഞാൻ അതിനെല്ലാം ഉപരിയായി ഈ ഇന്ത്യ രാജ്യത്ത് നേരിടുന്ന മുഖ്യ പ്രശ്നങ്ങൾ, നമ്മുടെ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ തൊഴിലില്ലായ്മ, ഇതൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ ആന്ധ്രയിലെയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ചർച്ച ചെയ്യപ്പെട്ട് അതിൻ്റെ വെളിച്ചത്തിൽ അതിൽ രണ്ട് മുന്നണികളും തിരിക്കുന്ന ഒരു ഐഡിയോളജി, പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണ്, ഇതൊന്നും നോക്കിയല്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് അതിന് ഞാൻ ബീഹാറിലെ ആളുകളെ കുറച്ച് കാണാൻ വേണ്ടിയില്ല. അവിടുത്തെ സാക്ഷരത, മറ്റു കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾക്കിപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ അറിയാം, ഇപ്പോൾ 10-15 മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ എല്ലാ വോട്ടർമാരിലേക്കും എല്ലാ ഭാഗവും എത്തും. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ വിഷയങ്ങളും സ്ത്രീകളിലേക്ക് എത്തും. പക്ഷെ അതല്ല ബീഹാറിലെ സ്ഥിതി. എത്ര പേര് TV കാണുന്നവരുണ്ട്, എത്ര പേര് പത്രം വായിക്കുന്നവരുണ്ട്, എത്ര പേര് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരുണ്ട്? വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. ഒരു 10% സ്ത്രീകൾ മാത്രമായിരിക്കും ഇതുപോലുള്ള. അപ്പോൾ അവിടുത്തെ പ്രചണ്ഡമായ പ്രചരണം. പിന്നെ അവർക്കുണ്ടായിരുന്ന മെഷീനറി, NDAക്ക് ഉണ്ടായിരുന്ന 20 വർഷമായി അധികാരത്തിലിരിക്കുന്നവർക്കുണ്ടാകുന്ന മെഷീനറി, ആ മെഷീനറി മുഴുവനായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവരുപയോഗിച്ചു. പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ തൊട്ട് മുമ്പ് നടത്തിയ SIR ഇൻറ്റൻസീവ് റിവിഷൻ, അതിനകത്തുനിന്ന് 45-50 ലക്ഷത്തോളം വോട്ടർമാർ, അതിലും മഹാഭൂരിപക്ഷം സ്ത്രീകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ത്രീകളുടെ വോട്ടേഴ്സിനെ വെട്ടി, ലിസ്റ്റിൽ നിന്ന് മാറ്റി. ഇതൊക്കെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഒരു കാര്യം, ഇത്രയും വലിയ ഒരു ഹൈപ്പിൽ ഇത്രയും അധികം ആളുകൾ ഇറങ്ങി അന്ന് വോട്ടേഴ്സിനെ വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് അങ്ങയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യാം. ശ്രീ ബിജു നായർ, എന്താണ് NDAയുടെ പ്രതീക്ഷ? നമ്മുടെ പ്രതീക്ഷ ഇപ്പോൾ എക്സിറ്റ് പോളുകളിൽ കൂടെ തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു എക്സിറ്റ് പോളുകൾ ബീഹാറിൽ തെറ്റിപ്പോയിട്ടുണ്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യം മഹാഗഡ്ബന്ധൻ ജയിക്കും എന്ന് പറഞ്ഞ എക്സിറ്റ് പോളാണ് NDA ജയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെറ്റ് നമുക്ക് അനുകൂലമായിരുന്നെങ്കിൽ ജനറലി നമ്മളിവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ജനങ്ങൾ NDAക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്നെനിക്ക് തോന്നുന്നു. കാരണം കുറച്ചു കാലമായിട്ട് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബീഹാറിലെ കക്ഷി നിലകൾ അത് NDA സർക്കാരിനെ തന്നെ ഇന്ന് താങ്ങി നിർത്തുന്ന ഒരു പ്രാധാന്യം ഇന്നവർക്ക് കേന്ദ്രത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഹാറിന് ഒരുപാട് നമ്മൾ സഹായിക്കുന്നതായിട്ട് തന്നെ നമ്മൾ കഥകൾ പറഞ്ഞ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ ബീഹാറിൻ്റെ പ്രാധാന്യം ഇന്ന് പണ്ടത്തതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പം അവരുടെ ശക്തമായ രാഷ്ട്രീയ മുന്നണി തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച സാർ പറയുകയുണ്ടായി സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം എത്രത്തോളം കൂടിയിരിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ കാരണവും അദ്ദേഹം തന്നെ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ ഒരു സാങ്കത്യത്തെ ചോദ്യം ചെയ്യുന്നത് ഞാൻ അംഗീകരിക്കുന്നു. അതൊരു ഫ്രീ ബി ആയിട്ട് നമുക്ക് കണക്കാക്കണമോ അതോ അത് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു ജെനുവിനായിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണോ എന്നുള്ളതൊക്കെ വരും കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും, തീർച്ചയാണ്. പക്ഷേ എന്നാലും ഇന്ന് നമ്മൾ നാളത്തെ റിസൾട്ടിനെ കാത്തിരിക്കുമ്പോൾ NDAക്ക് വളരെ ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം NDA എപ്പോഴും മുന്നോട്ട് വച്ചിരിക്കുന്നത് സൽഭരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഡബിൾ എൻജിൻ സർക്കാർ എന്നുള്ളത് തന്നെയാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് വച്ചിട്ടുള്ളത്. അപ്പോൾ ബീഹാറിലും അത് വളരെ നന്നായി പ്രതിഫലിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ കണ്ടതാണ്, ജൻ സുരാജ് പാർട്ടിയിലൂടെ. അദ്ദേഹവും അത് തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ബീഹാറിൽ ആകെ മൊത്തം സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് നടത്തിയത്. പക്ഷേ ഞാൻ അതിനെ എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ
ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ കൂടുതൽ, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ബീഹാറിലുള്ള എല്ലാവരും അത്രത്തോളം രാഷ്ട്രീയപരമായി പ്ലഗ്ഡ് ഇൻ ആണോ, അവരത്രത്തോളം അതിനുവേണ്ടി അവരുടെ സമയവും സാവകാശവും ചെലവഴിക്കുന്നുണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ ഒരു വളരെ വിലപ്പെട്ട ചോദ്യം തന്നെയാണ്. അത് മാറി വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ വോട്ടിംഗ് ശതമാനം കൂടുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ നടത്തിയെടുത്തിട്ടുള്ള ഭരണത്തിൻ്റെ ഒരു പ്രത്യാഘാതം ആയിട്ട് തന്നെയാണ് ജനങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് വളരെ ഉറച്ച ഒരു വിശ്വാസമുള്ളത്. മാത്രമല്ല ഇപ്പോൾ ശശി തരൂർ തന്നെ ഈ ഇടയ്ക്കായിട്ട് എഴുതിയ ഒരു ലേഖനത്തിനെക്കുറിച്ച് നമുക്കറിയാം. എന്താണത്? ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് എന്നുള്ളത് ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു ശാപമാണ്. ഇപ്പോൾ ബീഹാറിൽ നമുക്ക് വളരെ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇപ്പം തന്നെ ഓപ്പോസിഷൻ പാർട്ടീസിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ലീഡേഴ്സും അവർ ജസ്റ്റ് ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിൻ്റെ പ്രതിനിധികൾ മാത്രമാണ്. അല്ലാതെ അവർക്ക് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിലോ ഒന്നും യാതൊരു താല്പര്യവുമില്ല. ജസ്റ്റ് അധികാരം പിടിച്ചെടുക്കുവാനുള്ള പലവിധ പ്രോമിസസ് ആണ് അവരവിടെ കൊടുക്കുവാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഓരോ കുടുംബത്തിലുള്ളവർക്കും ഓരോ ജോലി എന്നൊക്കെയുള്ള രീതിയിൽ അത്രത്തോളം ജോലി സർക്കാരിന് കൊടുക്കുവാൻ സാധിക്കുമോ എന്നുള്ള വളരെ ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ പോലും അവർ ആൻസർ ചെയ്യാതെ ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഇത്തരത്തിലുള്ള പ്രോമിസുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നതിലൂടെ അവർ വിചാരിച്ചത് ജനങ്ങളത് മുഖവിലക്കെടുക്കും, വോട്ട് ചെയ്യും എന്നാണ്. പക്ഷേ അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലത്തിൽ നിന്നും തന്നെ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഹാറിൻ്റെ ഒരു മാറി വരുന്ന രാഷ്ട്രീയ ഭൂമികയുടെ ഒരു തെളിവ് കൂടിയായിരിക്കും. അതുപോലെ തന്നെ NDAയുടെ ഒരു ശക്തമായ, അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ മൊത്തം ശക്തി കൂടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു BJP പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ ശക്തിയുടെ ഒരു പ്രതിഫലനം കൂടിയായിരിക്കും നാളെ വരുന്ന റിസൾട്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അങ്ങ് സൂചിപ്പിച്ചു എന്നാണ് ഈ കാലഘട്ടത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ അവിടെ അത് മാറി മറിഞ്ഞത്? 2015 എങ്ങനെയായിരുന്നു, ആരായിരുന്നു അധികാരത്തിലെത്തിയത്, എങ്ങനെയായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നതെന്ന് അങ്ങേക്ക് ഞാൻ ഇനിയും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എക്സിറ്റ് പോളുകളെ ഞെട്ടിച്ചുകൊണ്ടാണ് അത്തരത്തിൽ മഹാസഖ്യം വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത്. അതൊക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ AK സാദിഖ്, ഈ പോളിംഗ് ശതമാനം സംബന്ധിച്ച് വലിയ കണക്കുകൂട്ടലുകൾ മഹാസഖ്യത്തിനും അതോടൊപ്പം തന്നെ NDAയ്ക്കുമുണ്ട്. ഈ ഘട്ടത്തിൽ വലിയ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, വലിയ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്. ആരെ തുണയ്ക്കും? അതായത് നിരവധി പ്രശ്നങ്ങൾ ബീഹാർ നേരിടുന്നുണ്ട്. തൊഴിലില്ലായ്മ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ ഇല്ലാത്തത് മൂലം ആളുകൾ കുടിയേറുന്നു, ചെറുപ്പക്കാരുടെ നിരവധിയായ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ വലിയ തരത്തിലുള്ള ദാരിദ്ര്യം അവിടെ ബീഹാർ ജനത നേരിടുന്നുണ്ട്. അവയിലൊന്നും ഒരു പരിഹാരം കാണാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള നടപടികൾ അതൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്ത്യ സഖ്യം കഴിഞ്ഞ ഒരു മാസക്കാലം നടത്തിയ വലിയ തരത്തിലുള്ള പ്രചരണം. അതേസമയം തന്നെ NDAയ്ക്കും അവകാശപ്പെടാൻ, അല്ലെങ്കിൽ അവരും വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെയായിരുന്നു ഈ പ്രചരണത്തിലടക്കം അവർ മുന്നോട്ട് വെച്ചത്. എങ്ങനെയാകണം, അല്ലെങ്കിൽ എങ്ങനെ കാണുന്നു ഈ ദിവസത്തെ, ഈ രാത്രിയെ? എത്രത്തോളം പ്രതീക്ഷകൾ NDAയ്ക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവും വെച്ച് പുലർത്തുന്നുണ്ട്? നാളെ എന്ന് പോലും പറയണ്ട, കേവലം 12 മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ബീഹാറിൻ്റെ ജനവിധി ഏത് ഭാഗത്തേക്ക് ചാഞ്ഞു എന്ന് കൃത്യമായി നമ്മൾക്കറിയാം. മിസ് മേഘ, പണ്ട് നമ്മളുടെ ഈ ആകാശവാണിയിൽ കാലാവസ്ഥ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അതേ വാക്കുകളാണ് ഈ എക്സിറ്റ് പോളൊക്കെ വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ജയിക്കാനും ജയിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഒരു പരിധിവരെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് പ്രാവർത്തികമാക്കി തെളിയിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തിയുണ്ട്, ശ്രീ പ്രണയ് റോയ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പറഞ്ഞത് കൃത്യമായി വന്നിട്ടുണ്ട്. അതിന് ഒന്നിലധികം കാര്യങ്ങളുണ്ട്. അന്ന് ജനങ്ങൾ വോട്ട് ചെയ്താൽ അത് കൃത്യമായി ഇന്നാർ വോട്ട് ചെയ്തു എന്നൊക്കെ തുറന്നു പറയുന്ന ഒരു മാനസികാവസ്ഥ അന്നത്തെ വോട്ടർമാർക്കുണ്ടായിരുന്നു. ഇന്നതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. പലരും അഭിപ്രായം പറയുന്നത് ചെയ്ത വോട്ടുമായി ബന്ധപ്പെട്ട് ഒന്നും ആയിരിക്കുകയില്ല. അത് ഒരു വലിയ ഘടകമാണ്. പിന്നെ ഈ ഒരു മാധ്യമം
ഏതെങ്കിലും ഒരു രീതിയിൽ എക്സിറ്റ് പോൾ ഞങ്ങൾ നടത്തി അത് NDAക്ക് അനുകൂലമാണെന്ന് കണ്ടാൽ പിന്നെ അതൊരു ട്രെൻഡായി എടുത്തുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് ബാക്കിയുള്ളവരെല്ലാം അത്തരത്തിൽ കൊടുക്കുന്ന ഒരു പ്രവണതയുമുണ്ട്. ഇവിടെ ഭരണപക്ഷം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ മുന്നണി ആയതുകൊണ്ട് ആ രീതിയിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രീതി കൂടി കിട്ടിക്കോട്ടെ എന്നൊക്കെ ഉള്ളതെല്ലാം ഈ എക്സിറ്റ് പോളിനകത്ത് വന്നിട്ടുണ്ടാകാം. പക്ഷേ അപ്പോഴും നമ്മൾക്ക് ജർണോ മിറർ പോലെയുള്ള ചാനലുകൾ ഏതാണ്ട് 4-5 ചാനലുകൾ മഹാഗഡ്ബന്ധൻ, ഗ്രാൻഡ് അലയൻസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഏത് പേരിട്ടാലും കോൺഗ്രസ് മുന്നണിക്ക് RJD മുന്നണിക്കും സാധ്യതകൾ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ചാനലുകൾ പറഞ്ഞു അല്ലെങ്കിൽ കുറച്ച് പേരെ പറഞ്ഞുള്ളൂ എന്ന് വെച്ച് അവിടെ പോലും നമ്മൾക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. ഇനി ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, പണ്ട് മിസ് മേഘയും കേട്ടിട്ടുണ്ടാകാം, ആയ റാം ഗയ റാം. ആ വാക്ക് വളരെ പ്രസിദ്ധമാണ് ഇന്ത്യയിൽ. അതിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതിൽ നല്ലൊരു പങ്ക് ഈ ബീഹാറിനും ഉണ്ട്. ഇപ്പോൾ ആയാറാം ഗയാറാമിൻ്റെ ഏറ്റവും വലിയ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ നിതീഷ് കുമാറാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴും ഒരു ടെൻഷനുമില്ലാതെ സുഖമായി ഇന്ന് രാത്രിയിൽ പോലും ഉറങ്ങുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടാകുമെങ്കിൽ അത് നിതീഷ് കുമാറാണ്. കാരണം ഏത് മുന്നണി ജയിച്ചാലും മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ആകും എന്നുള്ള ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം 2015 മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായിരുന്നു. ആ കാലത്തെ പ്രവചനം അല്ലെങ്കിൽ എക്സിറ്റ് പോളാണ് നേരത്തെ മേഘ പറഞ്ഞത്. അതിൽ വലിയ രീതിയിൽ 130 സീറ്റ് വരെയൊക്കെ അല്ലെങ്കിൽ 178 സീറ്റ് വരെയൊക്കെ NDAക്ക് കിട്ടുമെന്ന് പറഞ്ഞ പ്രവചനം തെറ്റിച്ചുകൊണ്ടാണ് അവിടെ അന്ന് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മഹാഗഡ്ബന്ധൻ വന്നത്. 58 സീറ്റിലേക്ക് NDA ചുരുങ്ങിപ്പോയി. അങ്ങനെ വന്ന അദ്ദേഹം 178 സീറ്റ് കിട്ടി. 178 സീറ്റ് മഹാസഖ്യം. NDAക്ക് 58 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അന്നത്തെ ആ പ്രവചനം തെറ്റിപ്പോയി, 2015 ചാനലുകളുടെ പ്രവചനം. പക്ഷേ അദ്ദേഹം 2 വർഷം കഴിഞ്ഞപ്പോൾ 17 അദ്ദേഹം മറുകണ്ഠം ചാടി. പിന്നീട് 2020 തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞെടുത്ത് തിരിച്ച് NDAക്ക് ഭരണം കിട്ടി. പക്ഷേ അദ്ദേഹം 22 ആയപ്പോൾ തിരിച്ച് ഇന്ത്യ സഖ്യത്തിൽ വന്നു, മഹാഗഡ്ബന്ധിൽ വന്നു. 24 ആയപ്പോൾ അദ്ദേഹം മടങ്ങിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ബീഹാറുകാർക്കറിയാം. ഏത് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹത്തിന് പോലും സംശയം വരുന്ന സ്ഥിതിക്ക് ബീഹാറിലെ നിരക്ഷരരായ, വലിയ വിദ്യാഭ്യാസമില്ലാത്ത, സാമൂഹ്യ ബന്ധമില്ലാത്ത, ടെലികമ്മ്യൂണിക്കേഷനിൽ വലിയ പ്രാധാന്യമില്ലാത്ത ഒരു സംസ്ഥാനത്തെ ഭൂരിപക്ഷം വരുന്ന കർഷകരായ ആൾക്കാർക്ക് പോലും അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് പോലും അറിയാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് വലിയ ഒരു ഘടകമാണ്. എന്തടിസ്ഥാനത്തിലാണ് ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പെട്ടെന്ന് ഏതാണ്ട് 9.62% വോട്ട് വർദ്ധിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പല നിഗമനങ്ങളിലെത്താം. അതിൽ ഞാൻ പ്രധാനമായും കാണുന്നത് വോട്ട് ചോരി, വോട്ടർ അധികാർ യാത്ര, ഇതൊക്കെ ബീഹാറിൽ വലിയ ചലനം സൃഷ്ടിച്ച, വൻ ജനാവലിയെ ആകർഷിച്ച, ഒരേപോലെ രാഹുൽ ഗാന്ധിയും പിന്നെ നമ്മളുടെ തേജസ്വി യാദവും ഒറ്റക്കെട്ടായി ജനങ്ങളെ മുഴുവൻ ആകർഷിച്ച സംഭവം. 1300 കിലോമീറ്റർ 16 ദിവസം കൊണ്ട് ബീഹാറിൽ മുഴുവൻ നടന്ന ആ ജാഥ ജനങ്ങളുടെ ഇടയിൽ തങ്ങളുടെ ഏറ്റവും വലിയ വോട്ടവകാശം ഇല്ലാതാകാൻ പോകുന്നു, തങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടോ എന്നുള്ള ഭയമുണ്ട്. ആ ഭയം ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എല്ലാവരും, കാരണം വോട്ട് ചെയ്യാൻ പോയാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി അറിയാമല്ലോ, അത് ബോധ്യപ്പെടാൻ വേണ്ടിയായിരിക്കാം സ്ത്രീകളുടെ ഒരു വൻ ഒഴുക്ക് വന്നത്. ആ ഒഴുക്ക് തീർച്ചയായിട്ടും മഹാഗഡ്ബന്ധന്, കോൺഗ്രസ്സിന്, RJDക്ക് അനുകൂലമായി തന്നെ ഉണ്ടാകും. ഏതാണ്ട് 20 വർഷം തുടർച്ചയായും ഏതാണ്ട് 10ാമത്തെ തവണ മത്സരിക്കുകയും ചെയ്യുന്ന തുടർ ഭരണത്തിൽ നമ്മളുടെ നിതീഷ് കുമാറിൻ്റെ ഭരണത്തോട് വലിയ എതിർപ്പുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും 100-130 സീറ്റ് കിട്ടും എന്ന് പറയുന്ന ജർണോ മിററിൻ്റെ
പ്രവചനം ശരിയായി വരാനാണ് കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ബാബു ദിവാകരൻ, ബീഹാറിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 2025 നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിലും വലിയ തരത്തിലുള്ള ഗുരുതര പ്രതിസന്ധി ബീഹാർ എന്ന സംസ്ഥാനത്ത് അവർ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും തൊഴിലില്ലായ്മ. ഇന്ത്യ സഖ്യം അതൊക്കെ ഉയർത്തിക്കാട്ടി, അല്ലെങ്കിൽ തേജസ്വി യാദവ് ഈ 10 ലക്ഷം ഈ തൊഴിലവസരങ്ങൾ, ജോലികളൊക്കെ വാഗ്ദാനം നൽകിയത് അത് യുവാക്കൾക്കിടയിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തി. പ്രത്യേകിച്ചും നിരവധിയായിട്ടുള്ള ആളുകൾ ഈ സംസ്ഥാനം വിട്ട്, ബീഹാർ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്കായും ഒക്കെ കുടിയേറിപ്പോകുന്ന നിരവധിയായ ആളുകൾ, നിരവധി പ്രശ്നങ്ങൾ അവിടെ ഈ തൊഴിലില്ലായ്മ അടക്കമുണ്ട്. മറ്റൊരു പ്രശ്നമാണ് ദാരിദ്ര്യം, കാർഷിക പ്രശ്നങ്ങൾ. അങ്ങനെ ഒന്നും സർക്കാരിന് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇന്ത്യ സഖ്യം കൃത്യമായും പ്രചരണത്തിലടക്കം ഉയർത്തിക്കാട്ടി. അത് നിങ്ങൾക്ക് മുതൽക്കൂട്ടാകും, അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി, അല്ലെങ്കിൽ തങ്ങളുടെ പ്രഖ്യാപനങ്ങൾ അതിൽ അവർ ശക്തമായി തന്നെ ഈ പോളിംഗിൽ, ഈ വോട്ടിങ്ങിലൂടെ അവർ അതിന് ഉത്തരം ഇന്ത്യ സഖ്യത്തിന് നൽകും, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലെത്തും എന്ന ഉറച്ച പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും. മുമ്പേ ഇവിടെ എൻ്റെ സുഹൃത്ത് സാദിഖ് ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീമൻ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൂടെ നടത്തിയ ആ യാത്ര പതിവിന് വിപരീതമായി മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. സാധാരണ നമ്മളെ ഇവിടെയൊക്കെ നടക്കുന്ന ടി വിയിലൂടെയും ഇതിലൂടെ അവിടെ ബീഹാറിൽ അതൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് അവർ കാൽനടയായും അല്ലാതെയും നേരിട്ട് വോട്ടർമാരുമായി നടത്തിയ ഈ ഒരു ചർച്ച, അത് വലിയ ഒരു ഉണർവ് അവിടുത്തെ വോട്ടർമാരിലുണ്ടാക്കി. അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം കൂടാനുള്ള പ്രധാന കാരണം അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് മഹാസഖ്യത്തിന് അനുകൂലമായ ഒരു ഘടകമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അത് നാളെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഏതാനും മണിക്കൂറുകൾക്കകം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇതിനു മുമ്പ് തന്നെ അവിടെ ബീഹാറിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് സമ്മറി റിവിഷൻ്റെ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായി അവിടെ അധികാരത്തിലിരുന്ന നിതീഷ് കുമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മെഷീനറി മുഴുവൻ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബീഹാർ പോലെ ഒരു സംസ്ഥാനം, നമ്മളെ ഇവിടുത്തെ പോലെ ഈ വോട്ടർമാരെല്ലാം അത്ര വിജിലൻ്റായി ഓരോ കാര്യങ്ങളിലും ഈ ശ്രദ്ധിക്കുന്നവരൊന്നും അല്ല. ഇവിടെ ഇപ്പം മുമ്പേ ചോദിച്ച പോലെ അവർ വോട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് അവർക്ക് വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിന് മുമ്പ് നമ്മളെ ഇവിടുത്തെ കണക്ക് മൊബൈൽ ഫോൺ എടുത്ത് കുത്തി നോക്കി എൻ്റെ വോട്ട് അതിനകത്തുണ്ടോ എന്ന് നോക്കാൻ അറിയാവുന്നവരല്ല ബീഹാറിലെ വോട്ടർമാർ. സ്വാഭാവികമായും ആ യാത്രയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ ഒരു വലിയ പ്രചരണം വോട്ടേഴ്സ് ഉറപ്പുവരുത്തുന്നതിനും വോട്ടേഴ്സ് ലിസ്റ്റിൽ അവർ നടത്താൻ ശ്രമിച്ച കൃത്രിമത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നതിനും കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ അവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ, ഇപ്പോഴും ബീഹാറിലെ പ്രശ്നങ്ങൾ എന്താണ്? ബീഹാറിലെ മഹാഭൂരിപക്ഷം വരുന്ന മെയിൽ വോട്ടേഴ്സും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് ഈ കൃഷി ഇറക്കുന്ന ഏതാനും ദിവസങ്ങൾ, അതുപോലെ കൃഷി എടുക്കുന്ന ഏതാനും ദിവസങ്ങൾ, ആ ദിവസങ്ങൾ മാത്രമാണ് ബീഹാറിൽ അവർക്ക് എന്തെങ്കിലും തൊഴിലുള്ളത്. അഗ്രികൾച്ചർ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ മറ്റെന്ത് തൊഴിലാണോ കിട്ടുന്നത്? ഇപ്പോൾ ആ ഒരു സാഹചര്യം, തൊഴിലില്ലായ്മ ചൂഷണം ചെയ്യുന്നതിന്, ഇപ്പോൾ ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഫീബീസ് എന്ന്, തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലാണ് അവിടെ ഈ 10,000 രൂപ വെച്ച്. ഞാൻ പറഞ്ഞ സ്ത്രീ ശാക്തീകരണം അവർ പറഞ്ഞ 20 വർഷമായി ചെയ്യാത്തൊരു കാര്യം, തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ശേഷം എല്ലാ സ്ത്രീകൾക്കും 10,000 രൂപ വെച്ച് വിതരണം ചെയ്ത അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമാണോ? അത് ഞാൻ പറയുന്നത് അഡ്വാൻസായി വോട്ടിനുള്ള പൈസ കൊടുത്തു എന്നാണ്. അഡ്വാൻസായിട്ട് അതിൻ്റെ പൈസ കൊടുക്കുകയാണ് സ്ത്രീകൾക്ക് വോട്ടർമാർ. അവിടുത്തെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആ സ്ത്രീകളെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന ഇത് ഫീബി അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അല്ലെങ്കിൽ വികസനത്തിൻ്റെ ഭാഗമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ സ്ത്രീകൾക്കും, വീട്ടിലിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും 10,000 രൂപ വീതം ഒരു പ്രത്യേക പദ്ധതി മുഖ്യമന്ത്രി, അതിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന, രാജീവ് ഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയ പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന പോലെ ഒരു സ്കീം പ്രഖ്യാപിച്ച് 10,000 രൂപ വീതം വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ് ഒരു സ്ത്രീക്ക്. സ്വാഭാവികമായിട്ടും അത് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഗിമ്മിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ വോട്ട് ചോറി യാത്ര തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളിൽ ഒരു അവബോധമുണ്ടാക്കാൻ, അവരുടെ ആ റൈറ്റ്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, വോട്ട് ചെയ്യാനുള്ള അവകാശം, മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ബീഹാറിൽ പലപ്പോഴും വോട്ടിംഗ് നടക്കുന്നത്. മാസമാസമായിട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു 1-2 മണിക്കൂർ വോട്ട് നടക്കും. അത് കഴിയുമ്പോൾ ബൂത്ത് പിടിച്ച് അവർ ആർക്കെങ്കിലും ആ സ്വാധീനമുള്ളവരാരാണോ, അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി മിസ്റ്റർ സിംഗ്, എന്തുവാ ആനന്ദ് സിംഗ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ എതിർ സ്ഥാനാർത്ഥിയെ വെടിവെച്ച് വന്നതിന് ജയിലിൽ കിടക്കുക. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന, ഇന്ന് ഏതോ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു, ആനന്ദ് സിംഗിൻ്റെ വീട്ടിൽ ഇപ്പോൾ എത്രയോ 100 പേരെ നിർത്തിയാൽ ലഡ്ഡു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നാളെ വിതരണം ചെയ്യാനെന്നാണ്.
അത് എന്നുവെച്ചാൽ അവർക്ക് അതൊക്കെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത്. ആ ബൂത്ത് പിടിക്കുക, ബൂത്തിൽ പിന്നെ ശക്തമായി അവരുടെ ഗൂണ്ടകൾ ഇറങ്ങി ബൂത്ത് പിടിച്ച് വോട്ട് ചെയ്യുന്ന ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലപ്പോഴും നടന്നിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇത്തവണ ജനങ്ങളെ അവരെ ബോധവാന്മാരാക്കണം, വോട്ട് ചെയ്യുന്നതിനും ഈ പ്രശ്നങ്ങൾ, അവരുടെ വീട്ടിലെ അവരുടെ ദാരിദ്ര്യം, അവരുടെ തൊഴിലില്ലായ്മ, ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് ആ ജാഥയും തുടർന്നുള്ള മഹാസഖ്യത്തിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരുമിച്ചുള്ള കൂട്ടായ ഒരു ശക്തമായ പ്രവർത്തനവും തീർച്ചയായിട്ടും ബീഹാറിലെ വോട്ടർമാരെ അവരുടെ അവബോധം സൃഷ്ടിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ബിജു നായർ, നിങ്ങൾ എന്ത് പറഞ്ഞാണ് അവിടെ വോട്ട് ചോദിച്ചത്? നിരവധിയായ പ്രശ്നങ്ങൾ ബീഹാർ എന്ന സംസ്ഥാനം അഭിമുഖീകരിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ദാരിദ്ര്യം, ഒപ്പം തൊഴിലില്ലായ്മ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ വലിയ തരത്തിൽ സ്ത്രീകളെ പോലും ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ അവിടെ. എന്ത് വികസന പദ്ധതികളാണ് നിങ്ങൾ നടത്തിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. അതായത് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പൈസ നൽകിയതിനപ്പുറത്തേക്ക് എന്താണ് നിങ്ങൾ അവിടെ ചെയ്ത വികസന കാര്യങ്ങൾ, അവരുടെ ക്ഷേമത്തിനായി ചെയ്ത കാര്യങ്ങൾ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ചോദ്യത്തിന് വിധേയമാവുകയാണ്. അതായത് ആളുകളെ പറ്റിക്കാനുള്ള ഒരു തന്ത്രമായി, ഗിമ്മിക്കായി നിങ്ങൾ മാറുന്നുണ്ടോ എന്നാണ് പറയുന്നത്. അതെ, അതിപ്പം അതിൻ്റെ ഫൈനൽ ഒരു റിസൾട്ട് നമുക്ക് നാളെ അറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ വളരെ കൃത്യമായി തന്നെ ബീഹാർ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ ബീമാരു സ്റ്റേറ്റ്സ് എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് തന്നെ വന്നു. ഇപ്പം നമുക്ക് അറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയം തൊട്ട് കുറച്ചു കാലം കോൺഗ്രസ് ഭരിക്കുകയും പിന്നെ അവരിന്ന് വളരെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോവുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ഇപ്പം ഗരീബി ഹട്ടാവോ എന്നൊക്കെയുള്ള മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതൊന്നും പ്രാവർത്തികമായില്ല എന്നുള്ളിടത്താണ് ഇന്ന് കോൺഗ്രസ് സൈഡ് ലൈൻഡായി പോയിട്ടുള്ളത്. ഇനി BJP എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേക സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇത്രയും കാലമായി അവിടെ വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനതയുണ്ട്. അവർക്കായി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഒരു പദ്ധതികൾ പോലും ആവിഷ്കരിക്കുന്നില്ല. തൊഴിലില്ലായ്മ വലിയ തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നമാണ്. നിരവധിയായ യുവാക്കൾ തൊഴിൽ തേടി മറ്റ് ഇടങ്ങളിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം. നിങ്ങൾക്ക് ഒരു സർക്കാർ അവിടെ ഉണ്ടെങ്കിൽ, ആത്മാർത്ഥമായ സർക്കാർ ഉണ്ടെങ്കിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? നിങ്ങളിപ്പോൾ ചോദിച്ചു ഈ 10 ലക്ഷത്തോളം തൊഴിൽ നൽകും എന്ന് പറഞ്ഞ തേജസ്വി യാദവിന്റെ പ്രഖ്യാപനത്തെ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇതുവരെയുള്ള നാളുകളിൽ അവിടെ ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെ ചെയ്യും, അത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങും എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തുണ്ട് മറുപടി? അതാണ് ചോദിക്കുന്നത്. അതെ, അതാണ് ഈ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പൊള്ളയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം ഒരു വാഗ്ദാനവും NDAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഭരണത്തിൽ കയറിയാൽ അത് സാക്ഷാത്കരിക്കാതിരിക്കുകയും ചെയ്യുന്ന പാർട്ടികളെ തിരിച്ചറിയുവാനുള്ള പ്രബുദ്ധത ജനങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിവിശേഷം ഉത്തരേന്ത്യയിൽ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അല്ല ഇപ്പം നമ്മൾ BJPയെ കുറ്റപ്പറയുവാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് ഏതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഏതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് പറയൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതിയും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെയോ പേര് പറഞ്ഞ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവയല്ല. ഇപ്പോൾ PM ആവാസ് യോജന എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സംസ്ഥാനത്തിലുള്ള ആളുകൾക്കും അതിൻ്റെ ഉപയോഗം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി, അത് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് കാലാകാലങ്ങളിൽ ഫണ്ടിങ് അനുവദിച്ചുകൊണ്ട് ഇന്നും അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലുള്ളവർക്ക് തൊട്ട് എല്ലാ സംസ്ഥാനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെയും കാര്യമല്ലല്ലോ ചോദിച്ചത്. ബീഹാറിൽ കിട്ടിയിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്. മേഘ ചുമ്മാ ഇടയിൽ കയറി സംസാരിക്കാനാണെങ്കിൽ താങ്കൾ പറഞ്ഞു കഴിയുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇടയിൽ കയറി സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ടോളറേറ്റ് ചെയ്യില്ല. I'm absolutely clear about it. If you have something to tell me, you can talk about it, okay? When I'm talking, please don't interrupt. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയോട് മേഘ വളരെ സമാധാനത്തോടെയല്ലേ ഞാൻ അല്ലല്ല മേഘ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറയാം. വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല. താങ്കളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. ശബ്ദമുയർത്തി സംസാരിച്ചാൽ എന്താണ്, ആരെ അടിച്ചമർത്താം എന്നാണ്, ആരുടെ ചോദ്യങ്ങൾ അടിച്ചമർത്താം എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? താങ്കൾ വീണ്ടും ഇടയിൽ കയറി സംസാരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. താങ്കൾ സംസാരിക്കൂ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. ശരി, അങ്ങ് പറയൂ. അങ്ങ് പറയുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ബീഹാറിൽ എന്ത് സംഭവിച്ചു, എന്ത് നടക്കുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? അസഹിഷ്ണുതയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ചർച്ച
വളരെ ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുക? അങ്ങ് പറയൂ. മേഘ, ഞാൻ സംസാരിക്കുമ്പോൾ താങ്കളാണ് ഇടപെട്ടത്, താങ്കൾ സംസാരിക്കുമ്പോൾ ഞാനല്ല ഇടപെട്ടത്. അസഹിഷ്ണുത ആരാണ് കാണിച്ചത് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. വളരെ സമാധാനത്തോടു കൂടിയല്ലേ വീണ്ടും താങ്കൾ അത് തന്നെയാണ് ചെയ്യുന്നത്. വീണ്ടും താങ്കൾ അത് തന്നെയാണ് ചെയ്യുന്നത്. മേഘ, you just look at what you're doing. You are interrupting me. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കരുത്. താങ്കൾ സംസാരിക്കൂ, ഞാൻ കേട്ടുകൊണ്ടിരിക്കാൻ തയ്യാറാണ്. അതാണ് ഞാൻ ചോദിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ബീഹാറിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, തൊഴിലില്ലായ്മ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ അവിടെയുണ്ട്, ദാരിദ്ര്യം, ഇതൊക്കെ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഒരു സർക്കാരിന് ഇത്രയും കാലമായിട്ടും ഒന്നും പരിഹരിക്കാൻ, ഒന്നിലും ഇടപെടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ പരാജയം എന്നല്ലേ അതിന്റെ അർത്ഥം? അതാണ് ഞാൻ ചോദിച്ചത്, മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യമല്ല. പറയൂ ഇനി. മേഘ, ബീഹാറിന് വേണ്ടി മാത്രമായിട്ടല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ, നടത്തിയിട്ടുള്ള പദ്ധതികളുടെ ഗുണം ബീഹാറിലുള്ളവർക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് താങ്കൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ബീഹാറിനെ പോലെ ഒരുപാട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പിന്നോക്കം നിൽക്കുന്നതിൻ്റെ വലിയൊരു കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഒരുപാട് ദശകങ്ങളിൽ അവർക്ക് വലുതായൊന്നും പുരോഗമിക്കുവാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്നിപ്പോൾ എക്സിറ്റ് പോളുകൾ, ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ നാളെ നമുക്ക് റിസൾട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ എക്സിറ്റ് പോളുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. എക്സിറ്റ് പോളുകളിൽ പോലും NDA ജയിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നും നമുക്ക് മുഖലേക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ബീഹാറിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാട്ടും കൂടുതൽ ദാരിദ്ര്യമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, മറ്റു പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് BJPക്ക് അവർ വോട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് അത് വെറുമൊരു വിദണ്ഡവാദമാണ്. ബീഹാർ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിതീഷ് കുമാറിന് എന്ത് പങ്കുണ്ട്, BJPക്ക് എന്ത് പങ്കുണ്ട് എന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യുവാനുള്ള പ്രബുദ്ധത ബീഹാറിലെ ജനങ്ങൾക്കുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം രാഹുൽ ഗാന്ധി പല തരത്തിലുള്ള യാത്രകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അദ്ദേഹം ഇതിനു മുമ്പും തെക്ക് വടക്ക് ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുള്ളത് തന്നെയാണ്. അതൊന്നും വലിയ ക്ലച്ച് പിടിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാമെന്നുള്ളതാണ്. അതെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞാലേ ഒരു ഫൈനൽ വേർഡ് ഇതിൽ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ സാധാരണയായി ഞാൻ കാണുന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞാലും പലതരത്തിലുള്ള ന്യായങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഒരിക്കലും ഇപ്പോൾ വോട്ട് ചോരി എന്ന് പറയുന്നതിന് പകരം വോട്ട് ചോർച്ച കോൺഗ്രസിന് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ് അവർ അനലൈസ് ചെയ്യുന്നത്. അതവർ സാധാരണ അനലൈസ് ചെയ്യാറില്ല. അവർക്ക് പണ്ട് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു, ഇപ്പോൾ വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു. വോട്ടർ പട്ടിക തിരുത്തുവാനായി, അത് ശുദ്ധീകരിക്കുവാനായുള്ള ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നപ്പോൾ SIRനെ കുറിച്ചായിരുന്നു കംപ്ലൈൻറ്റ്. ഒരുപാട് ആളുകളെ ആ വോട്ടർ പട്ടികയിൽ നിന്നും പുറംതള്ളി എന്നായിരുന്നു കംപ്ലൈൻറ്റ്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം തന്നെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരുപാട് ആളുകളെ പുറംതള്ളി എന്ന് പറയുന്നത് തെറ്റാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. മാത്രവുമല്ല SIRനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള അപ്പീലും വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം വന്ന തെറ്റുകൾ, ആ തെറ്റുകൾ വന്നിടത്ത് വെച്ച് തന്നെ റെക്ടിഫൈ ചെയ്യുവാൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. വോട്ട് ചോരി എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ഡേറ്റ രാഹുൽ ഗാന്ധി പുറത്തോട്ട് കൊണ്ടുവന്നെങ്കിലും അതെല്ലാം ഇന്ത്യയുടെ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ പൊളിച്ചെടുക്കുകയും ആ ഡേറ്റയിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ തന്നെ മുന്നോട്ട് വന്ന് ഈ പറഞ്ഞത് സത്യമല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇനി വീണ്ടും നാളത്തെ തോൽവി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആരും ഒന്നും സംസാരിക്കുകയില്ല. പക്ഷേ വീണ്ടും ഒരു 6 മാസം കഴിയുമ്പോൾ ഈ ഒരു പ്രോസസ്സ് ഉണ്ട്. നമുക്ക് കോടതിയെ സമീപിക്കാം, നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം. അതൊന്നും ചെയ്യാതെ 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും ബീഹാറിൽ ഇന്ന രീതിയിൽ വോട്ട് ചോരി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നേക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളോട് പറയുന്നത് എന്താണ്? കോൺഗ്രസ് രാഷ്ട്രീയം ശരിയായ രീതിയിലല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് തൊട്ട് അവർ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കാത്തത് തൊട്ട്, അപ്പോൾ അത്തരത്തിൽ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, വാഗ്ദാനങ്ങൾ പാലിക്കാതെ പോയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, ഇന്നിപ്പം ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാലോ പണം കൊടുക്കാമെന്ന് പറഞ്ഞാലോ ഒന്നും ജനങ്ങൾ മുന്നോട്ട് വന്ന് വോട്ട് ചെയ്യുവാൻ പോകുന്നില്ല. അപ്പോൾ അതാണ്
നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. അതാണ് ഞാനിവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന പോയിന്റ്. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ സ്ത്രീകളുടെ അക്കൗണ്ടിൽ 10,000 രൂപ ഇട്ട് കൊടുത്തത്? എന്തിനായിരുന്നു? ഇനി വെൽഫെയർ എക്കോണമിക്സും ഫ്രീബീസും രണ്ടും രണ്ട് രീതിയിലാണ്. ഇപ്പോൾ ഒരുപാട് കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അത് പണ്ടത്തെ കാലത്ത് രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, 1 രൂപ കേന്ദ്രത്തിൽ നിന്ന് വന്നാൽ ഇവിടെ 13 പൈസയെ കിട്ടുകയുള്ളൂ എന്ന്. അതൊക്കെ കോൺഗ്രസിന്റെ പരാജയമായിരുന്നു. ഇന്ന് 1 രൂപ അവിടെ നിന്ന് കിട്ടിയാൽ കറക്റ്റായിട്ട് അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വീഴും എന്നുള്ളതാണ്. അപ്പം അതും പൈസ കൊടുക്കുന്നത് തന്നെയാണ്. ഫ്രീബീസ് എന്താണ്? വെൽഫെയർ എക്കോണമിക്സ് എന്താണ്? നമുക്ക് താഴേക്കിടയിലുള്ള മനുഷ്യരെ ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സ്ത്രീകളെ പോലെയുള്ള അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അവർക്കിപ്പം നമുക്ക് അല്ല, ഈ സ്ത്രീകളുടെ പരിമിതികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാണോ നിങ്ങൾ ഇതൊക്കെ ഓർത്തെടുത്തത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇന്ന് ഈ ഒരു പണം കൊടുത്തത് അത് വെറും ഫ്രീബീസാണ്, അത് ജനാധിപത്യത്തിൻ്റെ മര്യാദയ്ക്കെതിരാണ് എന്നൊക്കെയുള്ള വാദമുഖങ്ങൾ അത് തീർച്ചയായും വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ജനങ്ങളത് വിലയിരുത്തട്ടെ. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത്, ബീഹാറിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ബീഹാർ അബ്സല്യൂട്ട് ടേംസിൽ വളരെ ഒരു പറുദീസയാണ് എന്നൊന്നുമല്ല ഇവിടെ ആരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്നും ബീഹാർ പിന്നോക്കം തന്നെയാണ്. പക്ഷേ ബീഹാർ എന്തെങ്കിലും രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യുവാനുള്ള പ്രബുദ്ധത ബീഹാറിലെ ജനങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നാളെ അറിയാം. അത് തന്നെയാണ്. ശ്രീ എ കെ സാദിഖ്, ബീഹാർ ഇപ്പോഴും പിന്നാക്കം നിൽക്കുന്നു എന്ന് ശ്രീ വലതു നിരീക്ഷകനായ ബിജു നായർ തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ആർക്കാണ് ഉത്തരവാദിത്തം? അതിന് മറുപടി പറയേണ്ട ബാധ്യത ആർക്കാണ്? ഒരു നടപടിയും ചെയ്യാതെ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ത്രീകളെ പറ്റിച്ചൊക്കെ സ്ത്രീകളുടെ വോട്ട് നേടാം എന്നൊക്കെ വലിയ തരത്തിലുള്ള ഒരു അജണ്ട അവർക്ക് ഈ ഘട്ടത്തിലും ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട്, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പുറത്തുവിട്ട തെളിവുകൾ, ആളുകളെ കൊണ്ടുവന്ന് പൊതുജന മധ്യേ ഉയർത്തിക്കാട്ടിയ കാര്യങ്ങൾ, അതിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ BJP യോ ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. കോടതിയിൽ പോകൂ എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിയാണോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണോ ഇത്തരത്തിലുള്ള നിയമപരമായ നടപടികളിലേക്ക് കടക്കേണ്ടത്? ഇത് പുറത്തു കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷെ അത് ഉണ്ടാകുന്നില്ല. അവിടെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, ഇന്ത്യ സഖ്യം പറയുന്നത് ഒരു BJPക്ക് വേണ്ടി വിടുപണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുകയാണ് എന്നുള്ളത്. ഇവിടെ ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്തായിരിക്കണമെന്നും നമ്മൾക്ക് കാണിച്ചു തന്ന പാലക്കാട്ടുകാരൻ ശ്രീ TN ശേഷൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഓർമ്മിക്കുക. അദ്ദേഹത്തിനോട് മുമ്പൊരിക്കൽ അഭിമുഖത്തിൽ ചോദിച്ചു, അങ്ങ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ കമ്മീഷണറാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടോ? ഞാൻ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കമ്മീഷണറാണെന്നാണ്. അതാണ് മറുപടി. പക്ഷേ ഇപ്പോഴത്തെ ECI എന്ന് പറയുന്നത് എക്സ്ട്രീംലി കോംപ്രമൈസ്ഡ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാണ് എന്നുള്ളതിന് എന്താ സംശയം? ജ്ഞാനേഷ് കുമാറിനെയും TN ശേഷനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ നമ്മളുടെ ബ്രസീലിയൻ മോഡൽ ലാരിസ, അവരുടെ ചിത്രം 100ഓളം വോട്ടർ ID-യിൽ ഉള്ളത് കൃത്യമായി തെളിയിച്ചില്ലേ? അവർ തന്നെ പറഞ്ഞില്ലേ, ഇതെൻ്റെ ഫോട്ടോ തന്നെയാണ്, ഇത് ഇന്ത്യയിൽ എങ്ങനെ എടുത്ത് ഉപയോഗിച്ചു എന്ന്? അപ്പോൾ ഇത് ബിജു നായർ പറയുന്നത്, അതായത് മാധ്യമങ്ങൾ അടക്കം ഇതിനെ പൊളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടെയാണ് എന്ന് എനിക്കറിയില്ല. അതെങ്ങനെ പൊളിക്കാൻ പറ്റും? ആ ഫോട്ടോ ആരും ഉത്തരവാദി ഇല്ലായിരുന്നെങ്കിൽ പറയാമായിരുന്നു. അതിൻ്റെ സ്വന്തം ഉത്തരവാദി പറയാണ്, ഇത് എൻ്റെ ഫോട്ടോയാ, ഞാൻ ഇന്ന് വരെ ഇന്ത്യയിൽ വന്നിട്ടില്ല, എനിക്കാകെ ഇന്ത്യൻ ഭാഷയിൽ നമസ്തേ എന്ന് പറയാൻ മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വേറൊരു ഇത് വന്നിരിക്കുന്നു. ഗുജറാത്തിൽ ഒരാൾ പുതിയതായി വോട്ടിന് അപേക്ഷിച്ചു. അയാൾക്ക് 7 ID കാർഡ് കിട്ടിയിരിക്കുന്നു. 7 വ്യത്യസ്ത നമ്പറിൽ ഒരേ ഫോട്ടോ, ഒരേ പേര്. നാണമില്ലേ ഈ ഇലക്ഷൻ കമ്മീഷന്? നേരെ ചൊവ്വേ ഇലക്ഷൻ കമ്മീഷനും തെരഞ്ഞെടുപ്പും നടത്താൻ പറ്റുന്നില്ലെങ്കിൽ രാജിവെച്ചിട്ട് പോകണം, കഴിവുള്ളവരെ ഏൽപ്പിക്കണം. അല്ലാതെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറഞ്ഞ് സ്വയം നാണം കിടരുത് എന്നാണ് നമുക്ക് ഇലക്ഷൻ കമ്മീഷനോട് പറയാനുള്ളത്. ഇനി മറ്റൊന്ന്, ഇവിടെ ഗരീബി ഹടാവോ എന്തായി എന്ന്. ഗരീബി ഹടാവോ ആയതുകൊണ്ടാണ്
ഫുഡ് കോർപ്പറേഷനിൽ അവസാനം ഇതിൻ്റെ എല്ലാം ഉൽപ്പാദനം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ വെക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിൽ ഇന്ത്യയിൽ നിന്ന് അരിയും ഗോതമ്പുമൊക്കെ കയറ്റുമതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരെ ഇന്ത്യ കുതിച്ചുയർന്നിട്ടുണ്ട്. ഇനി അതും പോകട്ടെ, ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്നൊക്കെ, ഇത് BJP ആണോ? നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 74 മെയ് 18 ആര്യഭട്ട എന്നൊരു ഉപഗ്രഹം വിട്ടപ്പോൾ ഇന്ത്യക്ക് ഉപഗ്രഹമല്ല ഗോതമ്പാണ് വേണ്ടതെന്ന് പറഞ്ഞു. ആര്യഭട്ട, ഭാസ്കര, രോഹിണി, ആപ്പിൾ, ഇൻസാറ്റ്, ജിസാറ്റ്, പിസാറ്റ്, ചന്ദ്രയാൻ, മംഗൾയാൻ. ചന്ദ്രനിൽ ഇന്ത്യയുടെ ദേശീയ പതാകയുണ്ട്. 4 രാജ്യങ്ങളുടെ പതാകയെ അവിടെയുള്ളൂ. USA, റഷ്യ, യൂറോപ്യൻ യൂണിയൻ. 4മത്തേത് നമ്മൾ അഭിമാനിക്കുന്ന ത്രിവർണ്ണ പതാകയാണ്. അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. ചൊവ്വായിൽ ആദ്യമായി ഒരു ഉപഗ്രഹം ചെന്നെത്തിയത് നമ്മളുടെ മംഗൾയാനാണ്, മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. മൻമോഹൻ സിംഗ് 2004 പ്രധാനമന്ത്രിയായി തൊട്ടടുത്ത വർഷം കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് നേരത്തെ ബഹുമാന്യനായ ശ്രീ ബിജു നായർ പറഞ്ഞതുപോലെയുള്ള ഏത് പദ്ധതി? നമ്മളുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എലക്ഷനിൽ ജയിച്ചു വന്ന 2ാം വർഷം പ്രഖ്യാപിച്ച പദ്ധതിയാണ്, അല്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പ്രഖ്യാപിച്ചതല്ല. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ അവിവാഹിത പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റുമൊക്കെ അഭിമാനിക്കുന്ന പദ്ധതിയുടെ എല്ലാം പേരിൻ്റെ മുന്നിൽ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ പദ്ധതികൾ മാത്രമാണ്. പിന്നെ അദ്ദേഹം പറയുകയുണ്ടായി പ്രധാനമന്ത്രി ആവാസ് യോജന. എന്താണ് ഈ PMAY? അതിനു മുമ്പ് 2 AY ഉണ്ടായിരുന്നു, അത് അദ്ദേഹം ബോധപൂർവം മറന്നു. ഒന്നിൻ്റെ പേര് IAY, ഇന്ദിര ആവാസ് യോജന. 2ാമത്തേൻ്റെ പേര് RAY, രാജീവ് ആവാസ് യോജന. കോൺഗ്രസ് മുക്ത ഭാരതമുണ്ടാകണമെങ്കിൽ ഇന്ദിരാഗാന്ധി, രാജീവ്, ജവഹർലാൽ എന്നുള്ള പേരുകൾ മുഴുവൻ മായ്ച്ചു കളയുവാൻ വേണ്ടി RAYയും IAYൻ്റെയും പേര് മാറ്റി PMAY ആക്കി മാറ്റി. എന്താണിത്? ആ പദ്ധതി തുടങ്ങി വെച്ച ഈ DNA ടെസ്റ്റ് നടത്തിയാൽ ഈ പിതൃത്വം കണ്ടുപിടിക്കാൻ കഴിയുന്നത് പോലെ PMAYയുടെ DNA ടെസ്റ്റ് ഒന്ന് നടത്തിയാൽ അതെവിടെ ചെന്ന് നിൽക്കുമെന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇന്ത്യയിലെ ഈ BJPയുടെ നരേന്ദ്രമോദി സർക്കാർ വന്നിട്ട് ആകെ 2 പദ്ധതികളാണ് ജനങ്ങൾക്ക് കിട്ടിയത്. ഒന്ന് നോട്ട് നിരോധനവും, 2 GSTയും. രണ്ടും പിൻവലിച്ചു. GST കൊണ്ടുവന്നതിൻ്റെ ആളുകളെ കൊല്ല ചെയ്തത് ഇപ്പോൾ സ്വല്പം കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് GST കുറച്ചു എന്നാണ് പറയുന്നത്. 2000ൻ്റെ നോട്ട് കൊണ്ടുവന്ന് അതിനകത്ത് ചിപ്പുണ്ട്. ലോകത്തെവിടെ ഇരുന്നാലും കള്ളപ്പണം കണ്ടുപിടിക്കാം. ഇനി ഇന്ത്യയിൽ ഒരൊറ്റ ഭീകര പ്രവർത്തനം നടക്കുകയില്ല എന്ന് പറഞ്ഞു. മെനഞ്ഞാന്ന് എന്താ സംഭവിച്ച? ചെങ്കോട്ടയ്ക്ക് പുറത്ത് ചാന്ദിനി ചൗക്കിൽ അല്ലാതായത് മഹാഭാഗ്യം. ഇവിടെ അദ്ദേഹം തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. മൻമോഹൻ സിംഗിനോടാണ് ചോദിച്ചത്. സൈന്യം നിങ്ങളുടെ കയ്യിലല്ലേ? BSF നിങ്ങളുടെ കയ്യിലല്ലേ? നേവി നിങ്ങളുടെ കയ്യിലല്ലേ? ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് എന്താണ് ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്തുന്നതെന്ന് ചോദിച്ച അതേ മുഖ്യമന്ത്രിയോട് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചു ചോദിക്കുക. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം BJPയുടെ നരേന്ദ്രമോദിയുടെയും കയ്യിലല്ലേ? എന്താ പുൽവാമ, എന്താ പകൽഗാം, എന്താണ് ഇപ്പോൾ ഇന്നലെ നടന്ന നമ്മളുടെ ഫരീദാബാദിലെ സ്ഫോടനം? ഇതെല്ലാം നോക്കുമ്പോൾ വെറുതെ വീമ്പിളക്കാമെന്നല്ലാതെ ഒരു കാര്യവും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നും ഇവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ അതിദരിദ്രരെ ഇല്ലാതാക്കിയ കേരള ഗവൺമെൻറ്റും ഇവിടുത്തെ ആളുകളുടെ പട്ടിണി മാറ്റിയത് നരേന്ദ്രമോദി BJP ഗവൺമെൻറ് ആണെന്നും പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, 2013 ഭക്ഷ്യസുരക്ഷാ നിയമം, ഭക്ഷ്യഭദ്രതാ നിയമം വന്നതുകൊണ്ടല്ലേ അന്ത്യോദയ അന്ന യോജന AAY ആ മഞ്ഞ കാർഡിൽ 35 കിലോ അരിയാണ് അതിദരിദ്രർക്ക് കിട്ടുന്നത്. ആ കുടുംബത്തിൽ 2 പേരേ ഉള്ളെങ്കിലും ഒരു മാസം 35 കിലോ അരി. അവിടെ പണ്ടൊക്കെ ഒരാളിന് 2 യൂണിറ്റ് അരി കിട്ടിക്കൊണ്ടിരുന്ന, ആഴ്ചതോറും കിട്ടിക്കൊണ്ടിരുന്ന ആ പദ്ധതിയൊക്കെ മാറി അവിടെ മാസത്തിൽ ഒരിക്കൽ ഭക്ഷ്യ സുരക്ഷയും ഭക്ഷ്യഭദ്രതയും കൊണ്ടുവന്ന് ഈ ഉൽപ്പന്നങ്ങൾ നൽകാൻ കഴിയുന്നത് ഗരീബി ഹടാവോ എന്ന് പറഞ്ഞതിനോട് 100% ഇന്ദിരാഗാന്ധിയും പിന്നീട് വന്ന രാജീവ് ഗാന്ധിയും നരസിംഹറാവുവും മൻമോഹൻ സിംഗുമൊക്കെ നീതി പുലർത്തിയത് കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് നൽകിയ സംഭാവന എന്താണെന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട, അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ ഇപ്പോൾ വോട്ടർ ID SIRൽ ഉൾപ്പെടുത്തില്ല എന്ന് പറയുന്ന ആധാർ കാർഡ് വന്നപ്പോൾ പറഞ്ഞെന്താ?
സോണിയാഗാന്ധിക്ക് ഇറ്റലിയിൽ ഇവിടുത്തെ ഡാറ്റ വിറ്റ് കാശാക്കാനാണെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി വന്നപ്പോൾ പറയുന്നത് എന്താ? ആധാർ ഇല്ലാത്തവൻ പാകിസ്ഥാനിൽ പോകാനാ. എങ്ങനെയുണ്ട്? അപ്പോൾ എതിർത്ത മുഴുവൻ കാര്യങ്ങളും പിന്നീട് ഭരണത്തിൽ വന്നപ്പോൾ അതിനെ അതേപടി പിന്തുടരേണ്ടി വന്നത് ആ പദ്ധതികൾ ജനങ്ങൾക്ക് ഗുണകരമായതുകൊണ്ട് മാത്രമാണ്. നാളെ ബീഹാറിലെ ജനങ്ങൾ അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അനുകൂലമായി ഈ മഹാഗഡ്ബന്ധന്റെ കൂടെ നിൽക്കുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ബാബു ദിവാകരൻ, ഇവിടെ BJP തന്നെ പറയുകയാണ് ബീഹാർ പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. നോക്കൂ, ഇവിടെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള നടപടിയും സർക്കാരിന് ഇതിനോടകം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പരിധി പോലും ഇവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനോ ഈ സർക്കാർ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. നിതീഷ് കുമാർ ഭരിക്കുകയാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായം, അത് ഈ ഓർമ്മക്കുറവ്, ഇതൊന്നും ഒരു തെറ്റായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അത് സ്വാഭാവികം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പിന്നിൽ കുറേ ആളുകൾ നിന്ന് ഭരിക്കുകയാണ് എന്നുള്ള ആക്ഷേപങ്ങളും ഇതിനോടകം നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, തൊഴിലില്ലായ്മ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസന പ്രശ്നങ്ങളൊക്കെ വലിയ തരത്തിൽ അവിടെ ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് തേജസ്വി രാഹുൽ ഗാന്ധി കൂട്ടുകെട്ട്. അത് വലിയ തരത്തിലുള്ള ആശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അതായത് നിലവിലെ ഭരണത്തിൽ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഈ കൂട്ടുകെട്ടിന് ജനം അടിയുറച്ച് നിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന ഒരു വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം നിങ്ങൾ പുലർത്തുന്നുണ്ടോ? മേഘ, അതിന് മുമ്പായിട്ട് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ വിജയൻ നായർ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ അതുപോലെ ചൂണ്ടിക്കാണിച്ചു. ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ സമ്മറി റിവിഷൻ അല്ലെങ്കിൽ ഇൻറ്റൻസീവ് റിവിഷൻ, ഇതിനൊക്കെ ഭരണഘടന അതിൻ്റെ വകുപ്പുകളുണ്ട്. അതെല്ലാം പാടെ വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞു ഈ വോട്ട് ചോരിയെക്കുറിച്ച് നിങ്ങൾ കേസ് കൊടുക്കാത്തതെന്നാണ്. എന്താ സുപ്രീം കോടതി അവസാനം പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതി ആ കേസിൽ ഫൈനലായിട്ട് തീരുമാനം എടുത്തിട്ടില്ല, അത് റെഫർ ചെയ്തിരിക്കുന്നതാണ്. അടുത്ത മാസം അത് വീണ്ടും ഹിയറിങ്ങിന് വരികയാണ്. അവിടെ ഈ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് തീരുമാനിക്കാൻ ECI ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ? ഇന്ത്യയിലെ ഏത് സിറ്റിസൺ അല്ല എന്ന് തീരുമാനിക്കുന്നത്? അതിൻ്റെ ഉള്ള അവകാശം ഈ ഇലക്ഷൻ കമ്മീഷനില്ല. അത് തീരുമാനിക്കേണ്ട ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ചാണ്. അതുപോലെ തന്നെ ബംഗാളിലും ഒക്കെ അവർ ശ്രമിച്ചത് എന്താണ്? വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളവരുടെ പേരുള്ളവർ സിറ്റിസൺഷിപ്പ് തെളിയിക്കണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അവർ വേറൊരു ഇലക്ഷൻ കമ്മീഷൻ അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെങ്കിൽ ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ചിട്ടായിരിക്കുമല്ലോ അവർ തീരുമാനിച്ചത്. ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് മാത്രമാണല്ലോ അവർ ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുകൊണ്ട് ഇതിൻ്റെ തെളിവ് കൊണ്ടുപോകാം, ആധാർ കാർഡ് അതിന് ബാധകമാകില്ല. എന്താ സുപ്രീം കോടതി പറഞ്ഞത്? ആധാർ കാർഡ് ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്നുള്ളതിൻ്റെ, ഇന്ത്യൻ സിറ്റിസൺ ആണെന്നല്ല, അയാൾ വോട്ടറാണ് എന്ന് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പാലിക്കണമെന്ന് തീരുമാനിച്ചു. ഒരു കാരണവശാലും ഒക്കില്ല എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിലും ഈ സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ച് മാത്രമേ ഇന്ത്യൻ സിറ്റിസൺ തീരുമാനിക്കൂ. ഇലക്ഷൻ കമ്മീഷൻ അല്ല ഇന്ത്യയിലെ സിറ്റിസൺ, അത് ഹോം മിനിസ്ട്രിയാണ് തീരുമാനിക്കേണ്ടത്. അവരാണ് തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ സിറ്റിസൺ ആണോ അല്ലയോ. ഇലക്ഷൻ കമ്മീഷൻ അല്ല. അതുപോട്ടെ, ഞാൻ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഭരണഘടനാ വിരുദ്ധമായതാണ്. അതുപോലെ സമ്മറി റിവിഷൻ, എന്തുകൊണ്ട് ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഈ SI ഒരു ഇൻറ്റൻസീവ് റിവിഷൻ നടത്തിയില്ല? ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട്? ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം മുമ്പ് ഇൻറ്റൻസീവ് റിവിഷൻ വേണം. എന്തുകൊണ്ട് ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഇൻറ്റൻസീവ് റിവിഷൻ നടത്തിയില്ല? 2 ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ 2 ലോക്സഭാ ഇലക്ഷന് മുമ്പ് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇൻറ്റൻസീവ് റിവിഷൻ നടത്തിയില്ല? അപ്പോൾ ഇതൊക്കെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മുമ്പേ ഇവിടെ പറഞ്ഞതുപോലെ ശേഷനെ പോലുള്ളവർ പ്രവർത്തിക്കുന്ന, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും മൗലികമായ ഭരണഘടനാപരമായ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അത് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരുന്ന മുട്ടുന്യായങ്ങൾ വെച്ചല്ല തീരുമാനിക്കേണ്ടത്. അതിനൊക്കെ ഇന്ത്യയിലെ ഭരണഘടനയിൽ അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഞാൻ പിന്നെ ഇപ്പോൾ ബീഹാറിലെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ബീഹാറിലെ ഇപ്പോഴും അവിടെ കഴിഞ്ഞ 20 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റാണ്. ഇപ്പോൾ BJP അവരിപ്പോഴും ശ്രമിക്കുന്നത് എന്താണ്? നിതീഷ് കുമാറിനെ ഉപയോഗിച്ച് ശ്രമിക്കുന്നത് എന്താ? ബീഹാർ പോലൊരു സംസ്ഥാനത്ത് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ അത്ര എളുപ്പമുള്ളൊരു സംസ്ഥാനമല്ല. അവിടെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്കക്കാരുള്ള ദരിദ്ര SCയും STയും അതിനേക്കാൾ താഴ്ന്ന ഒരു വിഭാഗമുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനസംഖ്യയുള്ള ബീഹാറിൽ അവർ ഒരു ദിവസം രാവിലെ BJPയുടെ ഹിന്ദുത്വമായിട്ട് ചെന്ന അവിടെ അതിനാണ് നിതീഷ് കുമാറിനെ പോലെയുള്ള ലോക്കലായിട്ടുള്ള അവിടുത്തെ പൊളിറ്റിക്സിൽ നിൽക്കുന്നവരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കടന്നു കയറി അവരിലെല്ലാം ഒരു സ്വാധീനമെടുത്തി അവരെ കൂടെ ഇതുപോലെ കുറച്ച് സീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അവരുടെയും കൂടെ പിന്തുണയോട് കൂടിയിട്ട് വേണമല്ലോ ഇപ്പോൾ 100 സീറ്റ് അവർ മത്സരിക്കുന്നത്. 100 സീറ്റ് അവരുടെയും കൂടെ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ്. BJP ഒറ്റയ്ക്ക് ബീഹാറിൽ മത്സരിച്ചാൽ അവിടെ 15 സീറ്റ് പോലും കിട്ടില്ല. BJP ഒറ്റയ്ക്ക് ബീഹാറിൽ മത്സരിക്കട്ടെ, 15 സീറ്റ് കൂടുതൽ ജയിക്കില്ല.
അപ്പോൾ അതെന്താ ചെയ്യുന്നത്? കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് നിതീഷ് കുമാറിനെ പോലുള്ളവരെ ഉപയോഗിച്ച്, ആ പാർട്ടികളെ ഉപയോഗിച്ച് അവിടെ അധികാരത്തിൽ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ്, ഇപ്പോഴും പ്രധാനമന്ത്രിയോ മറ്റാരും പറഞ്ഞിട്ടില്ല നിതീഷ് കുമാർ ഇനിയും മുഖ്യമന്ത്രിയാവുമെന്ന്. അത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? മറ്റു പല സംസ്ഥാനങ്ങളും ചെയ്തതുപോലെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പ്രാദേശിക കക്ഷികളെ ഉപയോഗിക്കുക, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ എടുത്ത് ദൂരെ എറിയുക. അത് ബീഹാറിലും സംഭവിക്കാൻ പോവാണ്. ഇപ്പോഴും ഏതെങ്കിലും കാരണവശാൽ നിതീഷ് കുമാറിന് നേരിയ ഭൂരിപക്ഷം കിട്ടിയാൽ പോലും വരാൻ പോകുന്നത് അതാണ്. അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത് നിതീഷ് കുമാർ ഏത് വന്നാലും മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ബി.ജെ.പിയുടെ പൊളിറ്റിക്സ് അതാണ്. പ്രാദേശിക പാർട്ടികളെ അവരുടെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വേണ്ടി പ്രാദേശിക പാർട്ടികളെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രാദേശിക വിഭാഗങ്ങളെ ഉപയോഗിക്കുക. അത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ 20 വർഷമായി അധികാരത്തിലിരുന്ന് ഈ പറയുന്ന ദേശീയ പദ്ധതികളെല്ലാം നടപ്പാക്കിയെങ്കിൽ ബീഹാർ എന്ന സംസ്ഥാനത്തെ ജനങ്ങൾ ഇപ്പോഴും ഈ ദാരിദ്ര്യം അനുഭവിക്കേണ്ട കാര്യമില്ല. ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെ എഫക്റ്റീവായി നടപ്പാക്കാൻ 20 വർഷമാണ് അധികാരത്തിൽ നിന്നത് നിതീഷ് കുമാർ. അപ്പോൾ ഇതിനിടയ്ക്ക് ബി.ജെ.പിയുടെ പൂർണ്ണമായ സപ്പോർട്ടോടുകൂടി, അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്ന അതിൽ അപ്പുറവും വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന ആ സാഹചര്യത്തിൽ അതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം വന്ന് അവിടുത്തെ ബീഹാറിലെ ജനങ്ങളോട് ഞങ്ങൾക്കുള്ള സഹതാപമാണ്, അതല്ലെങ്കിൽ അവിടെ പണ്ട് ഈ 20 വർഷത്തിന് മുമ്പ് ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഇതിലെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അതുമൊക്കെ അത്രയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയൊക്കെ ബീഹാറിലെ വോട്ടർമാർക്കുണ്ട് എന്നത് നാളെ തെളിയാൻ പോകും. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ബിജു നായർ, നേരെയുള്ള രാഷ്ട്രീയ ചോദ്യമാണ്. അതിനുള്ള ഒരു മറുപടി ഞാൻ അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അതായത് ഏത് വിധേയനെയും തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഹിന്ദുത്വ അജണ്ട അത് വലിയ തരത്തിൽ അത് എല്ലാ ഇടങ്ങളിലും നിങ്ങളത് പ്രകടമാക്കുകയാണ്. അത് ശക്തമായി തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എല്ലാ ഇടങ്ങളിലും നിങ്ങൾ നടത്തുന്നതെന്നുള്ള വലിയ ആക്ഷേപമാണ്. ഇപ്പോൾ ബി.ജെ.പിയെ വിമർശിക്കുവാൻ പല ആളുകൾ പല ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബി.ജെ.പി ജനങ്ങൾക്കായി ഒന്നും ചെയ്യുന്നില്ല, ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു വിമർശനമാണ്. അതെ, അല്ല സാർ, ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോൾ ബി.ജെ.പി വിമർശനത്തിന് അതീതമായ ഒരു പാർട്ടിയൊന്നുമല്ല, പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. പക്ഷേ ഒരു ബി.ജെ.പി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ബി.ജെ.പിയെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച സാദിഖ് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, കോൺഗ്രസ് തേനും പാലും ഒഴുക്കിയ ഒരു പാർട്ടിയാണ്, കുറേ കാലം അധികാരത്തിലിരുന്നതും തന്നെയാണ്. അത്തരത്തിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഇത്രത്തോളം ഉപകാരപ്രദമായ ഒരുപാട് പേരുകളൊക്കെ അദ്ദേഹം പറഞ്ഞു, ആ പേരുകളൊക്കെ അവരിട്ടത് തന്നെയാണ്. ഇത്രയും ജനങ്ങൾക്ക് സഹായകരമായി ഭരിക്കുവാൻ സാധിച്ചിരുന്ന ഒരു പാർട്ടിയെ ജനങ്ങൾ വോട്ട് ചെയ്ത് പുറത്താക്കുമോ? ഇല്ല എന്നുള്ളതാണ്. ഈ എക്സിക്യൂഷൻ, അത് രാജീവ് ഗാന്ധി നേരത്തെ പറഞ്ഞത് തന്നെ, 1 രൂപ 10 പൈസ അല്ലെങ്കിൽ 13 പൈസ ആകുന്നത് പോലെയുള്ള എക്സിക്യൂഷനിലുള്ള ഫെയിലിംഗ്, പിന്നെയാണ് ഈ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് വരുന്നത്. അങ്ങനെ കോൺഗ്രസിൻ്റെ തന്നെ പിടിപ്പുകേട് കൊണ്ട് അധികാരത്തിലേക്ക് വന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി എന്നുള്ളതാണ് നമുക്ക് വളരെ വ്യക്തമായി രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഹിന്ദുത്വവുമായി ആരെങ്കിലും കടന്നു വരട്ടെ, അവരെ നമുക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കാം എന്നൊന്നും വിചാരിച്ചതല്ല. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നമുക്കിപ്പോൾ ഒരുപാട് മൈതാന ചർച്ചകൾ നടത്താം, പക്ഷേ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കാലാകാലങ്ങളായ വന്ന സർക്കാരുകൾ മിക്കതും കോൺഗ്രസ് സർക്കാരുകളായിരുന്നു. അവർക്ക് സാധിച്ചില്ല. കോൺഗ്രസ് ഈ 21ാം നൂറ്റാണ്ടിൽ പോലും 10 വർഷം ഭരിച്ചതാണ്. അത് കഴിഞ്ഞ് പുറത്തു പോകേണ്ടി വന്നു. ഇന്നിപ്പോൾ അധികാരം അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു നിലയിലേക്ക് വന്നത് ആ 10 വർഷം അഴിമതി നടത്തിയും മറ്റു രീതിയിലും ജനങ്ങളെ വെറുപ്പിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് ഒരു ബി.ജെ.പി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അല്ലാതെ പോലും ഒരു നിഷ്പക്ഷനായി ഞാൻ നോക്കിക്കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ, കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 2014 മുമ്പിൽ ഞാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരാൾ പോലും അല്ല. അപ്പോൾ അത്തരത്തിൽ ഞാൻ വിലയിരുത്തുന്നത് കോൺഗ്രസിൻ്റെ ഗ്യാപ്പിംഗ് ഹോൾസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരുപാട് പരാജയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടതുകൊണ്ട് കിട്ടിയ ഒരു സ്പേസിലേക്കാണ് ബി.ജെ.പി വളർന്നു വന്നത്. അപ്പോൾ ബി.ജെ.പിക്ക് നരേന്ദ്രമോദിജി എന്നുള്ള ഒരു നേതാവും ഒരു തലമുതിർന്ന നേതാവും ഇന്നിപ്പോൾ ഓരോ സംസ്ഥാനത്തിലും നമുക്ക് നേതാക്കൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇന്ന് ബി.ജെ.പിക്ക് ശക്തമായ വേരോട്ടമുണ്ട്. നല്ല ഭരണ തുടർച്ച വരെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് സാധിക്കുന്നത്? 5 വർഷം ഭരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഭരിച്ചാൽ മാത്രമേ വീണ്ടും ഭരണ തുടർച്ച നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു അവകാശവാദവും ബി.ജെ.പി ഒരിക്കലും മുന്നോട്ട് വച്ചിട്ടില്ല. ഇന്നും ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണ് അത് കൂടുതൽ എന്നുള്ളതും
നമ്മൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ പുരോഗതി ഉണ്ടോ, ആ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ BJPയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നാളെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തം നമുക്ക് കാണുവാൻ സാധിക്കും. അതല്ല BJP തോക്കുകയാണെങ്കിൽ, NDA തോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ വേറൊരു കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മതിയല്ലോ. അതിന്റെ ആവശ്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അപ്പോ ഇത്രയും ആളുകൾ തൊഴിൽ തേടി മറ്റിടങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? അതാണ് മേഘ, ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ പ്രശ്നങ്ങളും അവിടെ അതാണ്. അങ്ങനെയല്ല മേഘ, ഒരു കാര്യം, ഇത് ഒരു ഓൾ ഓർ നത്തിങ് ഫാലസി എന്നാണ് ഇതിന് പറയുന്നത്. അതിപ്പം മേഘയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഓൾ ഓർ നത്തിങ് ഫാലസി ഡസൻ വർക്ക് ഇൻ പോളിറ്റിക്സ്. വി ഹാവ് നോട്ട് സോൾവ്ഡ് എവറി പ്രോബ്ലം. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാണ് ഇവിടെ. വീണ്ടും അതിലേക്ക് തന്നെ കടന്നു വരുന്നത് അല്ല, അതുകൊണ്ട് ഉപയോഗമില്ല മേഘ. വീണ്ടും താങ്കൾ, ഇതൊരു കോൺവെർസേഷൻ അല്ല മേഘ, ഇതൊരു കോൺവെർസേഷൻ അല്ല. താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. താങ്കൾക്ക് ഇനി ചോദ്യമുണ്ടെങ്കിൽ എനിക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ ചെയ്യാണ് മേഘ, അത് ശരിയല്ല മേഘ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറരുത് പ്ലീസ്. ഇല്ല, അങ്ങ് സൗണ്ട് ഉയർത്തി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നമ്മൾ അതിനെ അംഗീകരിച്ചു തരണം. തെറ്റും പറഞ്ഞേക്കാം, ഇല്ല, തെറ്റ് പറയാനുള്ള സ്വാതന്ത്ര്യം. 2 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. ശ്രീ ബാബു ദിവാരൻ എന്താണ് പറയാ? 1 മിനിറ്റ്. അതായത് അങ്ങ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. ബീഹാറിലെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നവും നിങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല. എന്താണ് നിങ്ങൾ പരിഹരിച്ചത്? അവളുടെ ദാരിദ്ര്യം അതിപ്പോഴും നോക്കുകുത്തിയായി നിൽക്കുകയാണ്. എന്താണ്? നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും അംഗീകരിച്ചു അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന ന്യായമൊന്നും ഇവിടെ നിർത്തണ്ട. BJP ബീഹാർ എന്ന സംസ്ഥാനത്ത് എന്താണ് അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നിങ്ങൾ ഇതുവരെയും പരിഹരിച്ചിട്ടില്ല. ദാരിദ്ര്യം അവിടെ നിൽക്കുകയാണ്. ഒരാളുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് അവർക്ക് പാർപ്പിടവും അതോടൊപ്പം തന്നെ ഭക്ഷണവും ഒക്കെ ഉറപ്പാക്കേണ്ട ഒരു സർക്കാരാണ്. ഇപ്പോഴും നമ്മുടെ മറ്റിടങ്ങളിൽ അങ്ങനെ ഉണ്ടോ? ബീഹാർ അതിന് വളരെയധികം മുന്നിൽ നിൽക്കുകയാണ്. പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമായി ബീഹാർ മാറുകയാണ്. ശ്രീ ബാബു ദിവാറിന് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ സുഹൃത്ത് നായർ ഉൾപ്പെടെ BJPക്കാർ ഇപ്പോൾ ഈ ഡൈനാസ്റ്റിക് റൂളിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ തോന്നും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഒരു ദിവസം അവിടെ മോട്ടിലാൽ നെഹ്റു അവിടെ കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയാക്കിയതാണോ? ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷം കൊടുത്ത് എത്ര വർഷം അവിടെ നെഹ്റു ഇരുന്നു. നെഹ്റുവും ഫാമിലിയും ഈ രാജ്യത്തിന് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സംഭാവനകൾ എന്താ? അത് ഈ പറയുന്ന BJPയുടെ ഒരു നേതാക്കന്മാർക്കും അവകാശപ്പെടാനില്ലാത്ത സംഭാവനകൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തവരാ. ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയതാണ്. രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയതാ. അവരെ ആരും ഒരു ദിവസം രാവിലെ വേറെ ആരെയും കൊണ്ടുവന്ന് അവിടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുത്തിയതല്ല. ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ പ്രധാനമന്ത്രിയാക്കിയതാണ്. അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിച്ച അല്ലെങ്കിൽ പിന്നെ ഇവരാരെങ്കിലും തീരുമാനിച്ച ഒരു ദിവസം പ്രധാനമന്ത്രിയാക്കാറുണ്ടോ? ഇവരൊക്കെ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യ ഈ നിലയിൽ കെട്ടിപ്പടുക്കുന്നതിനും BJPയുടെ ഏത് നേതാവിനാണ് എന്ത് സംഭാവന ചെയ്യാൻ പറ്റും? എന്ത് സംഭാവന ചെയ്തത് പറയട്ടെ. ശരി, അങ്ങേക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയാം ശ്രീ ബിജു നായർ. ഈ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാടടച്ചുള്ള വിമർശനങ്ങൾക്ക് ഇന്ത്യക്ക് കഴിഞ്ഞ 10 വർഷം ഭരിച്ച് വീണ്ടും തുടർഭരണം നേടിയെടുത്ത ഒരു പ്രധാനമന്ത്രിയുടെ പാർട്ടിയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ശരിയാണ്, പണ്ട് ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജവഹർലാൽ നെഹ്റുവിന്റെ മകളായിട്ട് ഇന്ദിരാഗാന്ധിയും അവരുടെ മകനായിട്ട് രാജീവ് ഗാന്ധിയും ഒക്കെ വന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കഴിവുകൊണ്ട് ചിലപ്പോൾ ആയിരിക്കാം. അത് തന്നെയാണ് ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ്. ജവഹർലാൽ നെഹ്റു ഒന്നും ചെയ്യാതെ വന്ന ആളല്ല. പക്ഷെ അദ്ദേഹം പിന്നെ ചെയ്തത് നല്ല നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരികയല്ല, സ്വന്തം കുടുംബത്തിലുള്ള നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അതാണ് ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ്. ശ്രീ AK സാദിഖ്, ഇവിടെ വോട്ടുകൊള്ളയുടെ ഒരു തുടർഭരണം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ടല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തന്നെയാണ്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷവും നമുക്ക് വീണ്ടും വോട്ട് ചോരിയുമായി കണ്ടുമുട്ടും, അതിനുശേഷം കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുമെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. അതായത് ഒരു വോട്ടുകൊള്ളയുടെ വലിയൊരു ആത്മവിശ്വാസം NDAക്കുണ്ടോ ഈ ഘട്ടത്തിൽ BJPക്ക്? തീർച്ചയായിട്ടുമുണ്ട്. ഏത് രീതിയിലും അതിനെ. ഇത് മാത്രമല്ല, ഇന്ന് തന്നെ ഈ നാളെ വോട്ടെണ്ണുന്നത് ബീഹാറിലെ AN കോളേജിലാണ്, പാറ്റ്നയിലെ. അവിടെ ഇതിനിടയിൽ അവിടുത്തെ CCTV ക്യാമറകൾ ഓഫാകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പരാതികളുണ്ട്. അവിടെ ചില വാഹനങ്ങൾ തടഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലും എങ്ങനെ അട്ടിമറിച്ചിട്ടാണെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിക്കാം, ഇനി സീറ്റ് കിട്ടിയാൽ ആളുകളെ വിലക്കെടുക്കാം, ഇങ്ങനെയൊക്കെ ഉള്ള കുൽസിത മാർഗങ്ങളിലൂടെ ഭരണം നേടാമെന്നുള്ള അനുഭവങ്ങൾ ബോധ്യപ്പെടുത്തി തന്ന ഒരു പാർട്ടിയാണ്. പിന്നീട് ഇന്നിപ്പോൾ അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാചകമുണ്ട്,
ഈ NDA എന്ന് പറയുന്നത് അവിടുത്തെ നിതീഷ് കുമാറും BJPയും ഒക്കെ ഉള്ള മുന്നണി പാണ്ഡവരാണെന്ന്, വോട്ടിന് പാണ്ഡവരെയൊക്കെ പിടിക്കുകയാണ്. എന്നിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പവർ കട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ഈ ഇലക്ട്രിക് ലൈനിൽ തുണി ഉണക്കാമായിരുന്നു, ഇപ്പം കുഴപ്പമില്ലെന്ന്. 2008 മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ആണവ കരാറിൽ ആണവ റിയാക്ടറുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കറണ്ട് കിട്ടുന്നതെന്നുള്ളത് ബോധപൂർവം മറന്നുപോവുകയും ചെയ്യുന്നു. അതാണ് ഈ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന നേട്ടങ്ങൾ ഇവർ ഞങ്ങളുടേതാണെന്ന് മാറ്റി അവരുടേതാക്കി അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, വ്യക്തമാണ്. ബീഹാറിന്റെ മനസ്സ് ആർക്കൊപ്പം എന്ന് ചോദിക്കുമ്പോൾ ബീഹാറിൽ ആര് വീഴും ആര് വാഴും എന്നത് നമ്മൾ നാളെ വരെ കാത്തിരുന്നേ മതിയാകും. ഇനി മണിക്കൂറുകളുടെ മാത്രം ശേഷിപ്പേ ഇനി ഉള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ആര് ബീഹാർ അതിന് കൈയടക്കും അല്ലെങ്കിൽ ബീഹാറിന്റെ മനസ്സ് ആർക്കൊപ്പം എന്നത് നമ്മൾ കാത്തിരുന്ന് കണ്ടേ മതിയാകൂ എന്നുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഡിബേറ്റ് 360യിൽ പങ്കെടുത്ത എൻ്റെ 3 പാനലിസ്റ്റുകൾക്കും നന്ദി പറയുന്നു. ജയ് ഹിന്ദ്.